എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലിൻ എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടെന്ന് ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഓരോരോ കമൻറ്റുകൾ കണ്ടപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതൊന്ന് റിയാക്ട് ചെയ്യുന്നത്. അപ്പം 10 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് 5 പേർക്ക് പൊതുജീവൻ നൽകിയിട്ടാണ് ഈ ലോകത്തുനിന്ന് അത് പോയത്. ഇത്രയും ഒരു ഇതറിയപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു 5 പേർക്ക് അതിൻ്റെ അവയവം ദാനമായി കൊടുത്തത് കൊണ്ടാണ് ഇത്രയും ഒരു പബ്ലിസിറ്റി ഇതിന് വന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഏതൊരു സാധാരണ ആൾക്കാരുടെ വീട്ടിൽ നടക്കുന്ന പോലെ ഈ ഒരു സംഭവം കടന്നങ്ങ് പോയായിരുന്നേ. പക്ഷെ അങ്ങനെ കടന്നു പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ ഇത്രയും ഇങ്ങനെ ഈ നെഗറ്റീവ് കേൾക്കേണ്ടി വരികയില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു മനുഷ്യൻ ഒരു നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഈ കുറേ നാളായിക്കൊണ്ട് സംഭവിക്കുന്നൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ. ഒരു നല്ല കാര്യം വന്നാൽ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള വശങ്ങളല്ല ആർക്കും പറയാൻ നേരം, നെഗറ്റീവാണ് പറയാനായിട്ടുള്ളത്. ഒരു കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഒരു ആഴ്ചയോളം ഒരു ഹോസ്പിറ്റലിൽ തോറും നടന്ന് അവർ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഒരു കുഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി. എത്രമാത്രം അവർ വേദനിച്ചിട്ട്. കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് ഒരു കുഞ്ഞുണ്ട്, എൻ്റെ ആദ്യ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെട്ടാണ്. ആ കുഞ്ഞുണ്ടായ സമയത്ത് ഞാനൊരു 9 ദിവസത്തോളം ആ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കാത്തിരുന്നതാണ്. അവസാനം അതെനിക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നുള്ള മാനസികാവസ്ഥ പിന്നെ നമുക്ക് തലയ്ക്കൊരു മരവിപ്പ് പോലെയാണ് സംഭവിക്കുന്നത്. കാര്യം അതിനെ ഞാൻ ശരിക്കും എടുത്തുകൊണ്ട് നടന്നിട്ടില്ല. എനിക്ക് ഉണ്ടായിട്ട് 9ാമത്തെ ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു. അതിന് കുറച്ച് നേരങ്ങളിൽ മാത്രമേ ഞാൻ എൻ്റെ മുഖം പോലും കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ എൻ്റെ വയറ്റിൽ ഞാൻ അതിനെ ചുമന്നുകൊണ്ട് നടന്ന് അതെനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടും എൻ്റെ വയറ്റിലെ കുഞ്ഞുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ മനുഷ്യർക്കൊരു മരവിപ്പാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ, നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ നമുക്ക് കരയാൻ കണ്ണുനീര് പോലും ഇല്ലാതെ ഇപ്പോൾ ഒരു മരവിപ്പാണ്. എങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പം ഇത് പിന്നീട് എപ്പോഴാണെന്നറിയാം നമുക്ക് ഒരുപാട് ദുഃഖമായിട്ട് നമ്മൾ പൊട്ടിക്കരയുന്ന നിമിഷങ്ങൾ എപ്പോഴാണെന്നറിയാം. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഒരാളും തിരക്കും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തുണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വരും. ആ സമയത്ത് നമ്മൾ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകും. അത് കാണാൻ ആരും കാണത്തില്ല. ഈ ഒരു കുഞ്ഞിൻ്റെ അമ്മയും അപ്പനും അവർ 2 പേരും അവിടെ ഇരിക്കുന്നു. അവരെത്ര മാത്രം അവരുടെ ഉള്ളിൽ ആ ഒരു വേദന ഉണ്ടെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യൻ ഒരു വിശ്വാസപ്രകാരം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഒരാളെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ പിന്നെ അവരിലേക്ക് എത്തണം, അവരെ കാണാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസമാണ്. അവരെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഏൽപ്പിച്ചു. നമുക്ക് പിന്നീട് ഇനി നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുക എന്നുള്ളൊരു വിശ്വാസം പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവരെ കാണാം എന്നൊക്കെ ഉള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ ഒരു വിശ്വാസത്തിനാണ് ആൾക്കാർ നിൽക്കുന്നത്. പിന്നെ ഇന്നെന്ന് ചോദിച്ചാൽ ആ അപ്പനും അമ്മയും വന്നിരിക്കുന്നു, അവരെപ്പറ്റി പറയുന്നത് കേൾക്കണം. ഇവരൊരു അമ്മയാണോ, ഇവർ കല്യാണത്തിന് വന്നാണോ, അതോ വേറെ വല്ല ഫംഗ്ഷനും വന്നാണോ, ഇവർക്ക് എന്ത് സന്തോഷമാണ് എന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അവിടെ വന്നിരിക്കുന്നവർ അവരെ നോക്കി ഒന്ന് ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ഒരു ആശ്വാസമൊക്കെ പറയുമ്പോൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചാണോ പ്രശ്നമായത്? അപ്പോൾ അവരുടെ ഉള്ളിൽ വേദനയില്ലേ? ഇതേ കാര്യങ്ങൾ തന്നെ ധ്യാൻ ശ്രീനിവാസൻ അച്ഛൻ മരിച്ചു കിടന്ന സമയത്ത് കരഞ്ഞു. മുഖ്യമന്ത്രി വന്നിട്ട് എണീറ്റില്ല. അവിടെ നിന്ന് ഒന്ന് എണീക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് നോക്കി ചിരിക്കാമായിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെയായിരിക്കും ഈ ഒരു കമൻറ്റ് വിട്ടേക്കുന്നത്. അവർ ചിരിക്കുന്നത്. ഒരാഴ്ചയോളം അവർക്ക് ആ ഒരു കുഞ്ഞിൻ്റെ ഇതിനു വേണ്ടി, ജീവമരണ പോരാട്ടത്തിന് വേണ്ടി അവർ കിടന്ന് കഷ്ടപ്പെട്ട സമയത്ത് അവരൊരുപാട് കണ്ണുനീര് പൊഴിച്ച് കാണും. പിന്നീട് അവർക്ക് കരയാൻ കണ്ണുനീര് പോലും ഇല്ലാതായി കാണും. പിന്നെ അവരുടെ ഒരു സമാധാനം വെച്ചാൽ ഞങ്ങളുടെ കുഞ്ഞ് ഈ ലോകത്തുനിന്ന് പോയെന്ന് അവരും അത് ഉൾക്കൊള്ളാം. ഞാൻ ഈ ഒരു വാർത്ത ആദ്യം കേട്ടപ്പോഴത്തേക്കും ഞാൻ ആദ്യം പ്രാർത്ഥിച്ചതെന്ന് വെച്ചാൽ ആ അപ്പനും അമ്മയ്ക്ക് സഹിക്കാനുള്ള ശക്തി കൊടുക്കണമെന്നാണ്. അവരുടെ മനസ്സിനെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റണമെന്നാണ്. ഇവർ അലമുറയിട്ട് കരയാത്താണോ നിങ്ങളുടെ പ്രശ്നം? അതോ അവരവിടെ കിടന്ന് കരഞ്ഞ് വിളിച്ച് ഭയങ്കര ബഹളം കാണിക്കണമായിരുന്നു? അതാണോ നിങ്ങളൊക്കെ ആഗ്രഹിച്ചത്? അവരെ അത്രയും കൺട്രോൾ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഇതാണ്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം അവർക്ക് അത്രയും ആ ഒരു 10 മാസം അവർ കുഞ്ഞിനെ അവർ വയറ്റിൽ ചുമന്ന് അവരതിനെ 10 മാസം എന്നതെല്ലാമാണ് കഥകൾ വരുന്നതെന്നറിയോ. അതുപോലെ തന്നെ ഇപ്പോൾ വന്നേക്കുന്നു അവർ അപ്പൻ്റെ അമ്മയുടെയും പേര് കേസാകുമായിരുന്നെന്ന്. ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു ആക്സിഡൻ്റ് ആണോ നമ്മുടെ ഈ നാട്ടിൽ? ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു ആക്സിഡൻ്റ് ആണോ? അല്ലല്ലോ. എത്രയോ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം ഇങ്ങനെ ആക്സിഡൻറ്റിലൂടെ എത്രയോ കുഞ്ഞുങ്ങൾ പോകുന്നു. ഇവർ ഈ ഒരു അവയവ ദാനം ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം ഈ പറയുന്നവർ ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ അവർ ഫോണോ കാര്യങ്ങളോ എടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് അവരവരുടെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഈ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ എത്രമാത്രം അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കും, എത്രമാത്രം വീണ്ടും അവർക്കതൊരു വേദനയാകും. ആ ഒരു നിമിഷം അവരെപ്പറ്റി പറഞ്ഞേക്കുന്നത് അവർ അപ്പനും അമ്മയാണോ എന്ന് തോന്നുന്നില്ല. ഈ കുഞ്ഞ് മരിച്ചാൽ അവർക്കൊരു വിഷമവും ഇല്ല. അവർക്കത് ഉൾക്കൊണ്ട് കഴിഞ്ഞു. കാര്യം തങ്ങളുടെ കുഞ്ഞ് വിട്ടുപോയി, അതിനി തിരിച്ചു വരികയല്ല എന്ന് അവരവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അതവരുടെ മനസ്സിനെ അവർ ഉൾക്കൊണ്ട് കഴിഞ്ഞു.
അതിനവർ കിടന്ന് അലമുറയിട്ട് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ മുന്നിൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് പ്രകസനം കാണിച്ചിട്ടോ അവർക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ടോ? അവരവിടെ ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ഉള്ളിൽ തീ എത്രമാത്രം ഉണ്ടെന്നുള്ളത് അവർ രണ്ടുപേരെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഇടയ്ക്ക് ആ പുള്ളിക്കാരിക്ക് വല്ലാതെ വരുന്നുണ്ട്. കരഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യന് വിഷമം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ അവയവ ദാനം ചെയ്തതിൻ്റെ അതിൻ്റെ പേര് പണപ്പിരിവ് നടത്തുന്നു. അവർ ആ ദാനം ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി ഇത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് അവർ വീട്ടുകാർ തന്നെ പറയുന്നുണ്ട്. അവർ പൈസ മേടിച്ചിട്ടില്ല. ഈ ഒരു അവയവ ദാനം ചെയ്തതിന് അവർ 10 പൈസ മേടിച്ചിട്ടില്ല. ആ ഒരു സർജറിയും കാര്യങ്ങളൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ ഇതിലൂടെയാണ് നടക്കുന്നത്. അവരാണ് അത് ചെയ്തു കൊടുക്കുക. അവർക്കും പൈസ മുടക്ക് വരുന്നില്ല സർജറി ചെയ്യുന്നവർക്കും. അതിൻ്റെ പേരിൽ അതിന് വേണ്ടിയുള്ള പണത്തിന് വേണ്ടിയുള്ള പിരിവ് നടക്കും. എന്നതൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നതെന്നറിയോ മനുഷ്യർ? നമ്മൾ ഒരു മനുഷ്യരുടെ വേദന അത് മനസ്സിലാക്കാതെ ഈ കിടന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. പിന്നെ ക്രിസ്തീയ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ ആ ഒരു ഞാനും ആ ഒരു ഇതിൽ തന്നെ വളർന്നെന്നറിയാം. ഞാനും ഹിന്ദുവിനെ കല്യാണം കഴിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. ഒരു മരണം നടന്നാൽ ആ നിമിഷം മുതൽ ആ വീട്ടിൽ പ്രാർത്ഥനയും പാട്ടും കാര്യങ്ങളും മാത്രമാണ്. പള്ളിയിൽ നിന്ന് അച്ഛന്മാർ വരും, സിസ്റ്റർമാർ വരും, അങ്ങനെ അവരെല്ലാം വന്ന് പ്രാർത്ഥിക്കുക. പിന്നെ നമ്മുടെ ഇടവകയിലുള്ളവർ വന്ന് നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് വരും. ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ആ ഒരു ദൈവവിശ്വാസത്തിലേക്ക് ഇരുന്ന് നമ്മളും പ്രാർത്ഥിക്കും നമ്മുടെ കുഞ്ഞിൻ്റെ ആത്മാവിന് വേണ്ടി. അതൊരു മാലാഹ കുഞ്ഞാണ്. അത് സ്വർഗത്തിലേക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു വിശ്വാസമാണ്. സ്വർഗവും നരകവും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു വിശ്വാസമാണ്. സ്വർഗത്തിൽ പോവും, ഈശോയുടെ അടുത്ത് തന്നെ അതുണ്ട് എന്ന്, അവിടുത്തെ വലത്തുഭാഗത്ത് തന്നെ ഇരുത്തണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മൾ ആ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരുമാതിരി നെഗറ്റീവ് കമൻറ്റ്, അവർ കരഞ്ഞില്ല, അവർ ചിരിക്കുന്നു മറ്റുള്ളവരെ കാണുമ്പം, അല്ലെങ്കിൽ അവർക്കൊരു വിഷമമുള്ളതായിട്ട് തോന്നിയിട്ടില്ല, അവരപ്പനും അമ്മയും തന്നെയാണോ എന്ന്. എല്ലാ മനുഷ്യർക്കും ഇതുപോലെ തന്നെയാണ്. മറ്റേ നമ്മുടെ മനോജ് കെൻ്റെ ഭാര്യ കരഞ്ഞപ്പം സോഷ്യൽ മീഡിയ കോമാളിത്തരം കാണിക്കുന്നു, ഇതൊക്കെ ഇച്ചിരി ഓവറല്ലേ, ഓവർ ആക്ടിങ് അല്ലേ എന്ന് പറഞ്ഞവരാണ്. കരഞ്ഞാൽ അത് ഓവർ ആക്ടിങ്, കരഞ്ഞില്ലെങ്കിൽ അവർക്ക് വിഷമമില്ല, അവരുടെ മനസ്സിൽ സങ്കടമില്ല. ആ ഒരു കുഞ്ഞ് പോയതിൽ ഈ കമൻ്റ് ഇടുന്ന ഏതൊരു മനുഷ്യരെക്കാൾ ഏറ്റവും കൂടുതൽ വിഷമം ആ വീട്ടുകാർക്ക് തന്നെയുള്ളൂ. അല്ലാതെ പുറത്ത് നിൽക്കുന്നവർക്ക് ഒരു കമൻ്റ് ഇട്ടേച്ച് മാത്രം പോകാമെന്നുള്ള അവരുടെ ജീവിതം ഇനി മുന്നോട്ട് എടുക്കുക. അവരുടെ മരണം വരെ അവർക്കത് ഓർമ്മ, അവരുടെ മനസ്സിൽ എന്നും ഒരു വേദന തന്നെയാണത്. എന്നും പറഞ്ഞിട്ട് ഒരു മറ്റുള്ളവരുടെ മുന്നിൽ കരഞ്ഞാൽ മാത്രമേ അവരുടെ വേദന പ്രകടമാവുകയുള്ളൂ എന്നല്ല. ഒന്നും മനസ്സിലാകാതെ ഇതുപോലെ നെഗറ്റീവ് പറയാൻ വേണ്ടി എങ്ങനെ ഇവർക്കൊക്കെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എങ്ങനെ? അതുപോലെ തന്നെ കൊടുത്തേക്കുന്നു ആ കുഞ്ഞിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. എന്ത് ദുരൂഹത? എൻ്റെ അതൊക്കെയാണോ പറയുന്നതെന്ന് എഴുതുന്നവർക്ക് പോലും അറിയത്തില്ല. ഇവർക്ക് വീട്ടിലുള്ളവർ എങ്ങനെ ഇവർക്ക് കൂടെ ജീവിക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നത്. ഇത്രയും കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ഭയങ്കരമാണ്. ഒരു മനുഷ്യൻ്റെ വീട്ടിലെ ഒരു വിഷമം തന്നെ അതിന് എതിരെ ഇത്രയും കമൻ്റ് ഇടാൻ പറ്റുന്ന എങ്ങനെ പറ്റും? നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ വരണം. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ അമ്മ മരിച്ച സമയത്തും പറഞ്ഞു ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നെന്ന്. അദ്ദേഹം ഒന്ന് ആ ഒരു മൈൻഡ്, അവരുടെ ഉള്ളിൽ എപ്പോഴും വിഷമമാണ്, ആ ഒരു മൈൻഡ് ഒന്ന് മാറിക്കിട്ടാനായിരിക്കും മറ്റുള്ളവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ ഒരു സംസാരിക്കുകയോ ചെയ്യുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരുടെ സങ്കടങ്ങൾ ഇതാക്കുന്നത്. ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, അവർ ഭയങ്കരമായിട്ട് കരയും, അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായിട്ട് കരയും. ചിലരത് ഉള്ളിലൊതുക്കി ആ ഒരു സങ്കടം ഇങ്ങനെ അവരുടെ ഉള്ളിൽ തന്നെ അവർ തന്നെ ഇരിക്കുമ്പോഴായിരിക്കും അവർ കൂടുതലൊന്ന് പൊട്ടിക്കരയെടുക്കുകയൊക്കെ ചെയ്യുന്നത്. എത്ര ഒതൊന്നും അല്ല, ഒത്തിരി കമൻറ്റുകൾ, ഒരാൾ തന്നെയല്ല, ഒരു മീഡിയയ്ക്ക് എത്ര വരെ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിയാൻ. അതും കൂടെ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് സത്യം പറഞ്ഞൊരു വല്ലാതായിപ്പോയത്. ഇവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നോർത്തു. അവർ ഇട്ടേക്കുന്നു, ഞാനും വിചാരിച്ചു ഇവർക്കൊരു സങ്കടമില്ലേ എന്ന്. എല്ലാ അമ്മയും അപ്പനും ഒരുപോലെ, അവർക്ക് എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്. അവരവർക്ക് സംഭവിക്കുമ്പോഴത്തേക്ക് ആ ഒരു വേദനയുണ്ട്. അവരത്രയും ആൾക്കാർ വന്നിരിക്കുമ്പോഴത്തേക്ക് അവർ ആ ഒരു മൈൻഡ് അവർക്കറിയാം, അവർ കുഞ്ഞു പോയി, അവരത് ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കാം അവർ എന്നാലും അവർക്ക് സങ്കടമില്ലെന്നാണോ അവരുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുന്നത്? അതുപോലെ തന്നെ സുരേഷ് ഗോപി വന്നവിടെ. ഞാൻ പറയാം, ഇങ്ങനെയുള്ള സമയത്തൊന്നും അല്ല ഈ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ തീർക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു മകള് നഷ്ടപ്പെട്ടു പോയതാണ് ഈ സുരേഷ് ഗോപിക്ക്. അദ്ദേഹത്തിന് ഏത് കുഞ്ഞു പിള്ളേരെ കണ്ടാലും അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. ആ ഒരു സിറ്റുവേഷൻ ആ മനുഷ്യൻ അവിടെ നിൽക്കുമ്പം അദ്ദേഹം 30 വർഷങ്ങൾക്ക് മുമ്പ് അനുഭവിച്ച ഒരു വേദനയുടെ ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ച് എൻ്റെ പട്ടടയിൽ ആ ചാരതുമായ പോലും അദ്ദേഹത്തിൻ്റെ ആ വിങ്ങൽ മാറുകയായിരുന്നു മനസ്സിൻ്റെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയത്. ഇത് നഷ്ടപ്പെട്ടവർക്ക് അറിയത്തുള്ളൂ കേട്ടോ ഈ ഒരു വേദനയെന്ന് പറയുന്നത്. ഇത് നഷ്ടപ്പെട്ടവർക്ക്, ഈ നഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാകുകയില്ല.
നമുക്ക് ആ എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി, പക്ഷെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അല്ലാതെ എനിക്ക് എന്നും നമുക്ക് ദൈവം മറവി തന്നേക്കുന്ന അതിനാണ്. എന്നും പറഞ്ഞ് എനിക്ക് സങ്കടമില്ല എന്നല്ല. ഇന്നും ആ ഒരു ദിവസം വരുമ്പോഴത്തേക്ക് ആരോർത്തില്ലെങ്കിലും ഞാൻ ആ ദിവസം ഓർക്കാറുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട് എൻ്റെ കുഞ്ഞ് പോയ ദിവസങ്ങൾ, ഈ ദിവസങ്ങളൊക്കെ ഞാൻ എത്രമാത്രം മാനസികമായിട്ട് വിഷമങ്ങൾ അനുഭവിച്ചു, ഞാൻ എന്തുമാത്രം വേദന അനുഭവിച്ചു. എനിക്ക് ആദ്യമായിട്ടുണ്ട് എൻ്റെ കുഞ്ഞാണല്ലോ എനിക്ക് നഷ്ടപ്പെട്ടത് എന്നൊക്കെ ഓർത്ത് ആ ഒരു ദിവസം ചിലപ്പോൾ എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയി പോകാറുണ്ട് ഞാൻ. എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ഇതായിട്ട് നടക്കുമെന്നല്ല പറഞ്ഞ്, ആ നമുക്ക് ഉള്ളിൽ ആ ഒരു വേദന ഒരു വല്ലാത്ത വേദന തന്നെയാണ്. എങ്ങനെ ഇതുപോലൊക്കെ ഒരു മനുഷ്യനെ പറയാൻ പറ്റുന്നു? രാഷ്ട്രീയപരമായിട്ടാണേലും അല്ലാതാണേലും എല്ലാം നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്കാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നെങ്കിൽ കരഞ്ഞ് കരഞ്ഞ് ഞാൻ പറയില്ലേ, ഒരാഴ്ചയോളം ആ കുഞ്ഞിനെയും കൊണ്ട് ഒരു ആശുപത്രി ഇന്നപ്പം ലാസ്റ്റ് അവർക്ക് കിട്ടുകയില്ലെന്ന് അറിഞ്ഞപ്പോഴൊക്കെ അവർ എത്രമാത്രം തകർന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അവർ സമാധാനിക്കുന്നത് തങ്ങൾക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി, മറ്റ് ഒരു 5 ആ കുഞ്ഞിൻ്റെ ഒരു ജീവൻ, ആ ശരീരത്തിലുള്ള ഒരു അവയവങ്ങൾ അവരുടെ ദേഹത്തിരിക്കുന്നല്ലോ, അവർക്കത് പ്രയോജനപ്പെട്ടല്ലോ എന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ കുഞ്ഞ് ജീവിക്കുന്നു, മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പല കാര്യങ്ങളായിരിക്കാം. നമ്മളെ ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി, നമ്മൾ പറയും നമുക്ക് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു, ദൈവം എടുത്തു എന്നൊക്കെ നമ്മൾ ഇങ്ങനെ സംഭവിക്കാൻ പറയാറുണ്ട്. എൻ്റെ കുഞ്ഞെനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, ദൈവത്തിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അതിനെ എടുത്തത്, അതുകൊണ്ടാണ് ദൈവം നിനക്ക് മറ്റൊരു കുഞ്ഞിനെ തരും എന്ന് നമുക്ക് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് നമ്മളെ ഒരുപാട് പേര് ആശ്വസിപ്പിച്ച്. എൻ്റെ അമ്മ മരിച്ചപ്പോഴും ഞാൻ അന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കാണ് എനിക്ക് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു. എനിക്ക് എവിടെ നിന്നാലും എനിക്കങ്ങ് വിഷമവും ഭയങ്കര. അപ്പം എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ടീച്ചർ പറഞ്ഞു, എടി അമ്മ പോയി, നീ അത് ഉൾക്കൊള്ളണം, അമ്മ നിനക്ക് നഷ്ടപ്പെട്ടു പോയി, നീ അത് ഉൾക്കൊണ്ടതിന് ശേഷം നീ ഇനി ചിന്തിക്കേണ്ടത് നമ്മളിനി അവരുടെ അടുത്തേക്ക് എത്തുക, അവരെ കാണണമെങ്കിൽ ഇനി നമുക്ക് അവരുടെ അടുത്തേക്ക് നമ്മൾ എത്തിയാൽ അവർ അങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞു തന്ന് നമുക്ക് ആ ഒരു മൈൻഡിലേക്ക് നമ്മളെ ആക്കി കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെയാണിത്. അവർക്ക് എൻ്റെ മനസ്സിലൊരിതായിട്ട് ഞാൻ പറയാം, അവരത്രയും കൺട്രോൾ ചെയ്ത് നിൽക്കാൻ ദൈവം അവർക്ക് അത്രയും ശക്തി കൊടുത്തല്ലോ നേരെ വിശ്വസിക്കുന്നത്. ആ ഒരു സമാധാനം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവരത്രയും കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടല്ലോ എന്നാണ് ചിന്തിച്ചത്. അവർക്കൊരു വിഷമവും ഇല്ലെന്ന്. നിങ്ങളാണോ തീരുമാനിക്കുന്നത് അവർക്ക് വിഷമമുണ്ടോ ഇല്ലയോ എന്നുള്ളത്? ഓരോ കമൻറ്റ് ഇടുമ്പോഴും ഇതെല്ലാം കഴിഞ്ഞ് അവരതൊന്ന് വായിക്കുമ്പോൾ ഒരവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ കയ്യിലെ ഫോൺ കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു ഇത് കാണുമ്പോൾ അതിൻ്റെ താഴെ നിൽക്കുന്ന കമൻറ്റുകൾ നോക്കും, ഒരൊറ്റ പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റ് ഉണ്ടോ? 1-2 പേരെങ്ങാണ്ട് മാത്രം ഒന്ന് ഇതായിട്ടിട്ടേക്കുന്നു. ബാക്കി എല്ലാവരും ഒരാൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടു, അതേ പിടിച്ച് അടുത്തയാൾ ഇത് പറയുന്നത് കേട്ടതൊന്നും ഇവരുടെ കുടുംബത്തുള്ള ആർക്കാണ്ട് വേണ്ട സംഭവിച്ചതെന്ന്. സ്വന്തം കുടുംബത്തിൽ ആ ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ട് നാട്ടുകാരുടെ വീട്ടിലെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഇത്രയും സങ്കടങ്ങൾ കാണിക്കുന്നത്. ആ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത സങ്കടങ്ങളാണ് മറ്റുള്ളവർ കാണിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അവർ അറസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു വെളിരാജ്യത്തായിരുന്നെങ്കിൽ. നമ്മുടെ ഇവിടുത്തെ എത്രമാത്രം നിയമങ്ങൾ വ്യത്യാസമുണ്ട് വെളിരാജ്യത്ത്. നമ്മുടെ ഇവിടെ എന്തെല്ലാം പീഡനങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലേ? വെളിരാജ്യത്ത് അങ്ങനെ ചെയ്ത് അവനെ ജീവനോടെ വെച്ചേക്കുമോ? ഇവിടെ അവൻ വീണ്ടും ഇറങ്ങി അടുത്തവരെയും പിടിപ്പിച്ച് അത് കഴിഞ്ഞ് അങ്ങനെ നിയമങ്ങൾ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ വെളിരാജ്യത്തെയും വെച്ച് നമ്മൾ നോക്കേണ്ടി വരും നമ്മുടെ നാട്ടിൽ. ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യം മാത്രമല്ല. അവരങ്ങനെ ഒരു സീറ്റ് അവർ സെറ്റ് ചെയ്ത് തരത്തില്ല. എല്ലാവരും അങ്ങനെയല്ലേ, എല്ലാവരും ഈ വണ്ടിക്കകത്ത് അങ്ങനെ സീറ്റ് പിടിപ്പിക്കുന്നവരില്ലല്ലോ. നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവർ നഷ്ടപ്പെട്ട് പോകുന്നോർത്താണോ യാത്ര ചെയ്യുന്നത്? അല്ലല്ലോ. ആ കുഞ്ഞിനെ അവർ മടിയിലിരുത്തി അവർ വിചാരിക്കുന്നില്ല ഈ ഒരു യാത്ര ആ കുഞ്ഞവർക്ക് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല അവർ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. ഇതുപോലും ചിന്തിക്കാനായിട്ട് ബോധമില്ലാത്ത കുറേ നിയമങ്ങൾ പറയുന്ന കുറേ ആൾക്കാർ ഇവിടെ എന്നതെല്ലാം നടക്കുന്നു. ഈ നിയമം തെറ്റിച്ച് എന്നതെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, അതൊന്നും ആർക്കും കാണണ്ട. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ എനിക്ക് ഒത്തിരി ഒന്നും പറയാനില്ല, എത്രയെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.